ഒരു ദിവസം യേശു ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ശാന്തമായ മരുഭൂമിയിലേക്ക് പോയി. അവിടെയെല്ലാം മണലും തിളങ്ങുന്ന സൂര്യപ്രകാശവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം തന്ന ദൗത്യത്തിനായി തയ്യാറാകാൻ യേശു പ്രാർത്ഥിച്ചു. 40 ദിവസവും 40 രാത്രിയും യേശു ആ മരുഭൂമിയിൽ തന്നെയിരുന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയും ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞതിനാൽ യേശുവിന് വളരെ വിശപ്പായി. അപ്പോഴാണ് പിശാച് അവനെ പരീക്ഷിക്കാൻ വന്നത്. പിശാച് നിലത്ത് കിടന്ന കല്ലുകൾ കാണിച്ചു പറഞ്ഞു, "നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമായി മാറ്റൂ." പക്ഷേ യേശു ശാന്തമായി മറുപടി പറഞ്ഞു, "മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം അല്ല, ദൈവത്തിന്റെ ഓരോ വചനത്താലാണ് ജീവിക്കുന്നത് എന്ന് തിരുവെഴുത്ത് പറയുന്നു." അതിനുശേഷം പിശാച് വീണ്ടും ശ്രമിച്ചു. അവൻ യേശുവിനെ ഒരു ഉയർന്ന ദേവാലയത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, "നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ താഴേക്ക് ചാടൂ. ദൂതന്മാർ നിന്നെ രക്ഷിക്കും." എന്നാൽ യേശു പറഞ്ഞു, "ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു." ഇന്നും പിശാച് വിട്ടില്ല. അവൻ യേശുവിനെ ഒരു ഉയർന്ന മലമുകളിൽ കൊണ്ടുപോയി ലോകത്തിലെ മനോഹരമായ രാജ്യങ്ങളെ കാണിച്ചു. അവൻ പറഞ്ഞു, "നീ എന്നെ നമസ്കരിച്ചാൽ ഈ എല്ലാം ഞാൻ നിനക്ക് തരാം." അപ്പോൾ യേശു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, "എന്നെ വിട്ടുപോകൂ. നാം ആരാധിക്കേണ്ടത് ഒരേയൊരു ദൈവത്തെയാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നു." അത് കേട്ടപ്പോൾ പിശാച് അവിടെ നിന്നുപോയി. അതിനുശേഷം സ്വർഗ്ഗദൂതന്മാർ വന്നു യേശുവിനെ സഹായിക്കുകയും പരിചരിക്കുകയും ചെയ്തു. ആ ദിവസം യേശു നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ ആരെങ്കിലും പ്രലോഭിപ്പിച്ചാലും നമുക്ക് ശരിയായത് തിരഞ്ഞെടുക്കാം. നാം ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ വചനത്തെ അനുസരിക്കുകയും ചെയ്താൽ നമ്മളും ശക്തരും ധൈര്യമുള്ളവരുമാകാം. ഇതാണ് ഈ കഥയുടെ മനോഹരമായ പാഠം.